ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം പറമ്പിൽ പണിയാണ് കേട്ടോ. അപ്പം നമ്മുടെ പറമ്പിൽ മരുന്നടിക്കാൻ വന്ന കേട്ടോ. അപ്പം കുറേ ആയിട്ട് പറമ്പിലങ്ങനെ കാര്യമായിട്ട് പരിപാടികളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ പറമ്പ് പാട്ടത്തിന് കൊടുത്തേക്കുമായിരുന്നു കേട്ടോ. അപ്പം ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കുറച്ച് തോട്ടമുള്ളതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നൈസായിട്ട് ബാലൻസ് നമുക്ക് കുറേ കണ്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കരയായിട്ടുണ്ട്. അപ്പം അതിനകത്ത് കുറച്ച് പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാനുണ്ട്, അമ്മച്ചിയുണ്ട് കേട്ടോ. കേസപ്പോൾ അതെ ഇത് കണ്ടോ, നമ്മൾ ഈ കണ്ടത്തിൽ നിറച്ച് ഏലം വെച്ചാർന്ന കേട്ടോ. അപ്പോൾ അത് പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ചുമ്മാ നോക്കാണ്ടൊക്കെ മൊത്തം കളഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആയായിരുന്നു വീട്. അപ്പോൾ അതുകൊണ്ട് പണിയൊക്കെ ആകെ മടുപ്പായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു മൂട് ചേമ്പ് പറിച്ചാട്ടോ. ഇതൊക്കെ എന്ത് ചേമ്പാന്ന്, എത്ര കാണുമേ? ഒരു 2-3 കിലോ വരുമല്ലേ? ഇതുണ്ട് ഗൈസ്, നമ്മുടെ ഇതുപോലെ നിന്നാ ഫുള്ള് ഏലം. ഇതുണ്ടോ, നമ്മൾ കൊടുത്ത ആൾക്കാർ നോക്കിയില്ല, നോക്കാണ്ട് മൊത്തം കളഞ്ഞിച്ച് പോയി. ഇതൊക്കെ ഇത് അങ്ങ് അകലെയൊക്കെ കണ്ടോ നിൽക്കണേ, ആ വലുപ്പത്തിൽ ഫുള്ള് നിന്നാ നോക്കി. അപ്പോൾ നമ്മളിനിയിപ്പം ഇവിടെ മൊത്തം തെളിച്ച് ഇനിയിപ്പോൾ ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേനും തട്ടയിടാമെന്ന് ഓർത്താൽ. അത്യാവശ്യം ഷെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കരണയാണ് കൂടുതലും. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നിറച്ച് പ്ലാവും തൈ വെച്ചാർന്നതായിരുന്നു. അത് പുല്ല് ചെത്താൻ കൊടുത്തിട്ട് അതും മൊത്തം കട്ടാക്കി കളഞ്ഞു, ചെത്തിക്കളഞ്ഞു. ഇത് കണ്ടോ, റംബൂട്ടാൻ നിൽക്കണുണ്ടോ. നമ്മൾ ഈ വണ്ടി ഫീൽഡായതുകൊണ്ട് പറമ്പിലേക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് സാമ്പത്തിക മാന്ദ്യത്തിലൊക്കെ ആയിപ്പോയതുകൊണ്ട് മൊത്തം പാട്ടത്തിൽ പോയായിരുന്നു. അപ്പം നൈസായിട്ട് പണിത് തുടങ്ങാനായിട്ട് ഉള്ള പരിപാടിയാട്ടോ. കണ്ടോ, ഫുള്ള് കാട് പിടിച്ച് കിടക്കുക. നമ്മുടെ അറേഞ്ച് മേഖലയിലൊന്നും ഇങ്ങനെയൊന്നും ഭൂമി സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല. കാരണം ഫുള്ള് ആൾക്കാർ ഏലം വെച്ച ആദായമായിരിക്കും. പിന്നെ ഇവിടെ മഴയാകുമ്പോൾ വെള്ളത്തിൽ ഇച്ചിരി ശല്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ കാണുന്ന തോട്ടം നമ്മുടെ വീടിരുന്ന കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോണതിന് മുമ്പ് കുറച്ച് തട്ടയൊക്കെ പറിച്ച് പതിയനൊക്കെ ഇട്ട് ഇതുണ്ടോ അതൊക്കെ നൈസായിട്ട് കയറ്റിക്കൊണ്ട് വരിക. പിന്നെ പച്ചനെറ്റ് കെട്ടിക്കണുണ്ടോ, അതിനകത്തൊക്കെ കുറേ പതിയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേനും നൈസായിട്ട് റീപ്ലാന്റ് ഇതിനകത്ത് ഫുള്ള് ഒന്നോടെ ചെയ്യാമെന്ന് ഓർത്ത്. അപ്പോൾ ഇവിടെ ഇച്ചിരി വെള്ളശല്യമുണ്ട്. കാനയൊക്കെ ആണെങ്കിലും നികന്നു പോയി. ഇതുണ്ടോ, ഇതെല്ലാം തെളിച്ച് അടിപൊളിയായിട്ട് സെറ്റപ്പാക്കി എടുക്കണം. അപ്പോൾ ഞങ്ങൾ ചുമ്മാ മരുന്നടിക്കാൻ വന്നാൽ ഈ കാണുന്ന ആ ചെടിക്കൊക്കെ ഇതുണ്ടോ. അപ്പം ഇതേ കാണുന്നതൊക്കെ നമ്മുടെ തോട്ടം. അപ്പോൾ അത് ഇനിയിപ്പോൾ മാർച്ചാവും തിരിച്ച് കിട്ടണമെങ്കിൽ, 9 വർഷം കഴിഞ്ഞ്. അപ്പോൾ ഇനി നമ്മൾ ഫാമിങ് സെറ്റപ്പിലേക്ക് മാറുകയാണെങ്കിൽ കുറച്ച് കാശുണ്ടാക്കാം. വേണ്ട, ആകെ തൊലഞ്ഞ് കിടക്കാൻ നോക്കി. ഇനിയിപ്പോൾ മൊത്തത്തിൽ വണ്ടി പരിപാടി കുറച്ച് ഒതുക്കി വെച്ച് മൊത്തം വന്ന് തെളിക്കണം. അത്യാവശ്യം നല്ല ചോലയുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ പ്ലാവ് കയറണം, എന്നാലാണ് നമുക്ക് നല്ല രീതിക്ക് ഷെയ്ഡ് കിട്ടുള്ളൂ. ഈ കർണ ഇത് കണ്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേന് വെള്ളത്തിൻ്റെ ശല്യം വന്ന് കഴിയുമ്പോൾ ഉണങ്ങി പോവാം. ഒത്തിരി കർണ അതുപോലെ പോയി. ഇതുണ്ടോ, ഈ ഭാഗത്തൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളശല്യം. അപ്പം ഞാൻ ചുമ്മാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ഇതുണ്ട്, ഇതൊക്കെ നമ്മൾ പതിയം വെച്ചാൽ കേട്ടോ. അപ്പോൾ ഓരോരോ പരിപാടിയായിട്ട് നടന്ന് ഇതിനകത്തേക്കൊന്നും വരാൻ പോലും നമുക്ക് സമയമില്ല. പിന്നെ ഇപ്പോൾ ഈ വർഷം തൊട്ട് അടിപൊളിയായിട്ട് പണിയാനുള്ള പരിപാടിയാണ്. ഇതുണ്ടോ, ഇവിടം തൊട്ട് അങ്ങ് മേളിലേക്ക് നമ്മൾ കൊടുത്തു. ഇതിനകത്ത് അടിപൊളിയായിട്ട് ചെടിയൊക്കെ കയറി വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുളമായിരുന്നു. കണ്ടോ, ഏകദേശം ഒരു 10-30 സെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിലവിൽ പിടിച്ച് നിൽക്കണൊക്കെ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ട് ഇതുണ്ടോ മൊത്തം ചെടി വെച്ചായിരുന്നു. അതായത് പതിയം വെക്കാന്ന് പറയുമ്പോൾ അറിയാലോ, വിത്ത് മൊത്തം പോയി, വെള്ളം കയറി. ഈ കാനയൊക്കെ നികന്ന് വെള്ളം നിൽക്കുമായിരുന്നു. ഇതുണ്ടോ, അപ്പോൾ നൈസായിട്ട് ആ കുറച്ചൊരു 10-80 ഓടിന് മരുന്നടിക്കാൻ വന്ന അന്നേരം പിന്നെ അതേക്ക് അമ്മ ഇവിടെ അതേ ചേമ്പിൻ്റെ വിത്ത് കിടപ്പുണ്ട് കേട്ടോ. അത് നടണോ? അല്ലെന്നേ, ഇവിടെ പുറത്ത് കിടക്കുന്നുണ്ട്. ഇതുണ്ടോ, ചേമ്പും വിത്ത്, മതിച്ച ചേമ്പും വിത്തൊക്കെയാണ് കിടക്കുന്നത്.
ചുമ്മാ കുഴിച്ച് വെക്കാം. ഓ ഒരു ചെറിയ ചോട് ഇതേ ഇതേ ഇത് ഇവിടെ ഉണ്ടല്ലോ. ആ എന്നാൽ അത് നട്ടാലോ? നട്ടാലോ? ആ ചുമ്മാ പുറത്ത് കിടന്നിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടോ ഇതുണ്ട്. ഇതൊക്കെ ഈ ഒപ്പം നിൽക്കേണ്ടതായിരുന്നു ഈ ചെടിയെല്ലാം. വെള്ളം കയറി കഴിഞ്ഞപ്പോഴേ നമുക്ക് പോയില്ലേ. ആ ചുമ്മാ അപ്പപ്പള്ളയൊക്കെ അങ്ങോട്ട് വെട്ടിക്കാൻ ഞാൻ നല്ലതൊക്കെ തെളിക്കാം. ചോട് കയറി വരുവാണെങ്കിൽ വരട്ടെ. ഇതുണ്ടോ ഇതുപോലെ കയറി വന്നേനെ. വെള്ളം മഴ ഈ പ്രാവശ്യത്തെ മഴ നിങ്ങൾക്കറിയാമല്ലോ. ഈ ഡിസംബറിൽ നിങ്ങളുടെ എങ്ങാണ്ട് മഴ പെയ്തു. അപ്പോൾ ബാലൻസ് നിന്നതൊക്കെ ഞങ്ങൾ നൈസായിട്ട് തെളിക്കുക. ഇതുണ്ട് 1 2 3 4 ഇതെവിടെ ഒരു 5. ഈ ചോട്ടിൽ നിന്നൊക്കെ കുറേ കാ കിട്ടിയിട്ടോ. ചുമ്മാ വള്ളക്കകത്ത് കിടക്കുമായിരുന്നു. ഇനിയിപ്പം ഈ മഴ മാറാണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ലെന്ന്. ഇനിയിപ്പം കുറച്ച് ഇതാ പാട്ടത്തിന് കൊടുത്തേക്കണ അവർ ഷെഡ് വെച്ചായിരുന്നു, അതൊക്കെ പോയി. ഇതുണ്ടോ ഒരു കേടുമില്ലെന്ന് ഈ മതിയായ വള്ളക്കകത്ത് നിന്നിട്ട്. അടിപൊളിയായിട്ട് ഇനി ഒന്ന് പണിതെടുക്കണം. ആ അതെ ഇത് നോക്കിയാമേ അമ്മേ, ഇത് നോക്കിയേ. ഇത് കണ്ടോ തിച്ച ചോടറന്ന് ഇപ്പം ഉണ്ട്. ഇത് പറിച്ചാലോ നമുക്ക്? അപ്പോൾ ഈ ചേമ്പും കൂടെ നോക്കി 10 സെൻറ്റെന്ന് പറഞ്ഞാൽ ഒരു ചേമ്പ് ഒരു ചോട് നിൽക്കണേ. ഒരെണ്ണം ചെറുത് പറിച്ചിട്ട് ഒരു 3 കിലോ സാധനം കിട്ടിയിട്ടോ. അങ്ങനെ പറമ്പാകെ ശോകമായിപ്പോയി. ഒന്നാമത്തെ തന്നെയുള്ള പരിപാടി വലിയ പാടാണ്. നോക്കി ഇവിടെയാണെങ്കിൽ ഷെയ്ഡ് അത്യാവശ്യം ആയിട്ടുണ്ട്. ആദ്യമൊന്നും ഷെയ്ഡില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഗ്രീൻ നെറ്റൊന്നും കെട്ടാണ്ട് വെയിലത്ത് നോക്കാണ്ടൊക്കെ ചുമ്മാ മൊത്തം കളഞ്ഞു. അടിപൊളി ചെടിയായിരുന്നു. ഇതുപോലെ അപ്പം നല്ല സൂപ്പറായിട്ട് ചെടി വെച്ചായിരുന്നു. മൊത്തം കളഞ്ഞു. പാട്ടത്തിന് കൊടുത്തേച്ച് പണിയെന്ന് പറയാനില്ലാണ്ട് നമുക്ക് പണിയാൻ പറ്റൂ. എന്താണേലും തൊലച്ചു. ഇനിയിപ്പോൾ ഈ വർഷം തൊട്ട് ചെയ്യാമെന്ന് ഓർത്താം. അപ്പം ഞാൻ ചുമ്മാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഈ വണ്ടിയുടെ വീഡിയോയും അതും ഇതൊക്കെയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റേഞ്ചുകാരുടെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കൃഷിയാണല്ലോ. സംഗതി ഒരു ചോട് കപ്പ വെക്കാൻ കപ്പ ഇടാനായിട്ടേ സൗകര്യമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്ക് ദൈവം സഹായിച്ച് ഇത്രയൊക്കെ സംവിധാനം ഉണ്ടായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മഴയും പിന്നെ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറമ്പിലേക്ക് വന്നിട്ട് ഇപ്പോൾ 1 മാസം ഏകദേശം ആയി. ഇനിയിപ്പം ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് വരണം. വെള്ളത്തിൻ്റെ ഒരു ശല്യമുണ്ട്. അതുകൊണ്ട് ഈ ഒപ്പം പ്ലാന്തയിൽ കയറി വരണ്ടേ. മൊത്തം ഈ പുല്ല് മുറിക്കാൻ വന്നേക്കുന്നവർ വെട്ടിക്കൊണ്ട് പോയി. പാമ്പിച്ചിയാണോ എന്നറിയില്ല. ഓടുണ്ടല്ലോ ആ മൂല ചില സീനാണ്. അവിടെ പാമ്പ് ഒക്കെ ചിലപ്പോൾ കാണും. ഗൈസ് അപ്പം പരിപാടി ഏകദേശം നിർത്തി പോയേക്കാന്ന് ഓർത്താട്ടോ. അപ്പം ഈ ഏലത്തിൻ്റെ ചോട് അത്യാവശ്യം പള്ളയൊക്കെ തെളിച്ച് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് പുതയിട്ടുണ്ട് കേട്ടോ. ഈ മേളിലേക്ക് ഉണ്ടോ വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടി. ഇനിയിപ്പം നല്ല രീതിക്ക് വെയിലാവുമല്ലോ. അപ്പം എന്ത് കണ്ടോ ഈ 3-4 കോടി ഞാൻ മണ്ണൊക്കെ കുറവുണ്ടായിരുന്ന മണ്ണൊക്കെ ഇട്ട് ചപ്പൊക്കെ പുതയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ. അപ്പോൾ ആ മണ്ണിടാനെടുത്ത കുഴിക്കകത്തേക്ക് ഒരു ചേമ്പും കൂടെ അങ്ങ് കറക്റ്റ് ചെയ്തു. ചായ കുടിച്ചില്ല. അപ്പോൾ അവിടെയും കൂടെ ഒരു ചേമ്പ് വിത്ത് നട്ടു കേട്ടോ. കുറേ കിടപ്പുണ്ട്. അപ്പം ഇതേ കാണുന്ന ആ ചെടിക്കും കൂടെ ഒരു ശകലം മണ്ണിട്ടിട്ട് പോയേക്കാന്ന് ഓർത്താം. മണ്ണിടുന്നതിന് മുമ്പുള്ള അവസ്ഥയും കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ ഒരു കേടുമില്ലെന്ന് നോക്കി ചിമ്പടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മണ്ണും കൂടെ ഇട്ട് കൊടുത്ത സംഭവം സെറ്റായി കയറി വരും. നല്ല അടിപൊളി ഞള്ളാണി തൈ കേട്ടോ ഇത്. അപ്പോൾ അത് ആ കാണുന്ന ചേമ്പത്ത് ഇന്ന് പറിക്കണ്ടെന്ന് വെച്ചു. കാരണം ഒരു 2-3 കിലോ നമ്മൾ പറിച്ച് കിട്ടി. ഇനിയിപ്പോൾ ഇതും കൂടെ പറിച്ച് വെറുതെ വെക്കണേ എന്തിനാ. അപ്പോൾ ഈ ചോടും കൂടെ നല്ലപോലെ ഒന്ന് ചെത്തി മാറ്റി കാട് കളഞ്ഞിട്ടേ ഒരു കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് പോയേക്കാം. ഇതിങ്ങനെ കാണുമ്പോഴേ ആകെ ഒരു വൃത്തിയില്ല. ഇനിയിപ്പോൾ കാടെല്ലാം നല്ലപോലെ ചെത്തി തെളിച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റപ്പ് വരുള്ളൂ. അപ്പോൾ ഇനി വിട്ടു പോകാനുള്ള പരിപാടി കേട്ടോ. ഈസപ്പോൾ ഞാനേ ചുമ്മാ നമ്മുടെ പറമ്പിൽ വന്നു കഴിഞ്ഞപ്പോഴേ നമ്മുടെ പരിപാടി ചെയ്യുമ്പോൾ അന്ന് എടുത്തു എന്നുള്ളൂ കേട്ടോ.
അപ്പം വീഡിയോ ഇവിടെ വെച്ചങ്ങ് വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. സമയം ഏകദേശം 1:30 2 മണിയാകാൻ പോവാം. അപ്പോൾ ഒരു കുറച്ചും കൂടെ തെളിച്ചിട്ടേ വീട്ടിൽ പോയി കഴിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പോകാമെന്ന് ഓർത്താം. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ അതും വീഡിയോകളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നൈസായിട്ടൊന്ന് കയറിയിട്ട് കണ്ടു നോക്ക്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പം വെറൈറ്റി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.